നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിന്ന് അതിദാരുണമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ദമാമിൽ അപകടത്തിൽപ്പെട്ട മലയാളി മരിച്ചിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി സക്കീറാണ് മരിച്ചത്. ജോലിക്കിടെയാണ് അപകടമുണ്ടായത്. ട്രക്കിൽ നിന്ന് ലോഡ് ഇറക്കുന്നതിനിടെ പൈപ്പുകൾ അബദ്ധത്തിൽ ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വന്ന് പതിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സക്കീർ മരിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. 10 വർഷത്തിലധികമായി ദമാമിൽ ഡ്രൈവറായി ഇദ്ദേഹം ജോലി ചെയ്ത് വരുന്ന വ്യക്തിയാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമോ അതോ ദമാമിൽ തന്നെ സംസ്കരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത്. സഹായത്തിനായി സാമൂഹിക പ്രവർത്തകർ രംഗത്തുണ്ട്. അതേസമയം ഉംറ നിർവഹിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ ജിദ്ദ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട മലയാളി തീർത്ഥാടക ബസ്സിൽ വെച്ച് മരിച്ചു. മക്കയിൽ ഉംറ കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം മദീന സന്ദർശനവും പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മലപ്പുറം കണ്ണമംഗലം മേമാട്ടുപാറ സ്വദേശി പുള്ളാട്ട് മുജീബിന്റെ ഭാര്യ ഖദീജ കെ ഹൃദയാഘാതം മൂലം മരിച്ചത്. 34 വയസ്സായിരുന്നു. നാട്ടിലേക്കുള്ള വിമാനം കയറാനായി ജിദ്ദ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ ബസ്സിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം മദീനയിൽ മറവു ചെയ്യാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഏകമകൻ ഹാഫിദ് റിദ്വാനാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ദുബായിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ റോഡിൽ കുഴഞ്ഞു വീണ പ്രവാസി യുവതി മരിച്ചിരുന്നു. ദുബായിലെ റോഡിൽ വെച്ചാണ് സംഭവം. മലയാളി ഉടമസ്ഥതയിലുള്ള മാഫ് ഫയർ മിഡിൽ ഈസ്റ്റ് എന്ന സ്ഥാപനത്തിൽ കോർഡിനേറ്ററായി ജോലി ചെയ്തിരുന്ന നേഹ പത്മയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു ഇവർക്ക്. ഇവർ ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ്. അവധി ദിവസമായതിനാൽ ബർദുബായിൽ ഷോപ്പിംഗിന് എത്തിയതായിരുന്നു നേഹ പത്മ. റോഡിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് വീഴുന്നതിന് തൊട്ടുമുൻപ് ഇവർ ഭർത്താവിനെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നാൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇത് കണ്ട് ഓടിക്കൂടിയവർ ഉടൻ തന്നെ ഫോണിൽ തുടർന്നിരുന്ന ഇവരുടെ ഭർത്താവിനെ ഇവർ കുഴഞ്ഞു വീണ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവരെ റാഷിദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. 10 വർഷത്തിലധികമായി മാഫ് ഫയറിൽ ജോലി ചെയ്യുന്ന നേഹ നന്നായി മലയാളം സംസാരിക്കുന്നതിനാൽ നിരവധി മലയാളികൾ സുഹൃത്തുക്കളായുമുണ്ട്. ഷാർജയിലാണ് ഇവർ കുടുംബത്തോടൊപ്പം താമസിച്ചു പോന്നിരുന്നത്. ഭർത്താവ് പുതി സൂര്യ കാറ്റ്ലിയൻ ടവർ ഹോട്ടലിലെ സൂപ്പർവൈസറാണ്. മകൻ പുതി ആദിത്യ അമേരിക്കയിലും മകൾ മഹിത ഇന്ത്യയിലും വിദ്യാർത്ഥികളാണ്. റാഷിദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.